ട്രുവാലി അപ്പാർട്ട്മെന്റിന്റെ ഓരോ ബിൽഡിങ്ങിന്റെ റെപ്രസെന്റേറ്റീവ്സിനെ സെലക്ട് ചെയ്തതിന് ശേഷമുള്ള ആദ്യത്തെ മീറ്റിംഗ് നടത്തുകയാണ്. ഈ ഒരു സമയത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന സിഒയും താൻ ഒന്നും കൂടി മത്സരിക്കുവാനായിട്ട് പോവുകയാണെന്നും റെപ്രസെന്റേറ്റീവ്സിനെല്ലാം തന്നെ ഈ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാമെന്നും പറയുന്നു. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന പലരും ഈ ഒരു സിഒയുടെ കൂടെയുള്ള ആൾക്കാരാണല്ലോ. അങ്ങനെ ഇരിക്കെ സിഒയുടെ അത്രയും നന്നായിട്ട് ഞങ്ങൾക്ക് ആർക്കും തന്നെ ഈ ഒരു സ്ഥാനം കൈകാര്യം ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്നും സിഒ തന്നെ വീണ്ടും പ്രസിഡന്റ് ആയാൽ മതി എന്നുമുള്ള അഭിപ്രായം പറയുന്നു. പക്ഷെ ഹേക്കാങ് ആകട്ടെ താൻ മത്സരിക്കുന്നുണ്ട് എന്നൊരു കാര്യം അറിയിക്കുകയാണ്. അത് കേട്ട് ഉടനെ തന്നെ നമ്മുടെ റോയിയുടെ അമ്മയ്ക്ക് മത്സരിച്ചാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതുപോലെ വീട്ടിൽ നിന്നുമുള്ള ഒരു സപ്പോർട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരും അതിന് തയ്യാറാകുന്നില്ല. എങ്കിൽ പോലും ഇപ്പോൾ സിഒയും ഹേക്കാങ്ങും കൂടിയാണ് ഈ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുവാനായിട്ട് പോകുന്നതെന്ന് തീരുമാനിക്കുന്നു. ഹേക്കാങ് മത്സരിക്കുവാനായിട്ട് പോകുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്ന സിഒയ്ക്ക് ആകെ ടെൻഷൻ ആയിട്ടുണ്ടായിരുന്നു. കൂടാതെ ഹേക്കാങ് ഓൾറെഡി ഫേമസ് ആണ്. അങ്ങനെയിരിക്കെ അവനെ കുറച്ചൊക്കെ വോട്ട് പോകാനുള്ള സാധ്യതകളും ഉണ്ട് എന്ന് കൂടെയുള്ള ആൾക്കാരും അറിയിക്കുന്നു. അടുപ്പിച്ച് നാലാമത്തെ തവണയാണ് ഈ ഒരു സിഒ മത്സരിക്കുവാനായിട്ട് പോകുന്നത്. അങ്ങനെ ഇരിക്കെ സിഒനെ നമ്മൾ എങ്ങനെ തോൽപ്പിക്കുമെന്നൊക്കെ അവരും ചിന്തിക്കുന്നു. കൂടാതെ എന്ത് വാഗ്ദാനമാണ് നമ്മൾ കൊടുക്കുവാനായിട്ട് പോകുന്നതെന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് ഹേഗാങ് എഴുതിയിട്ടുണ്ടായിരുന്നത് ഇതുപോലെ താനെങ്ങാനും അഴിമതി കാണിക്കുകയോ കൈക്കൂലി വാങ്ങുകയോ ചെയ്യുകയാണെങ്കിൽ തന്റെ അപ്പാർട്ട്മെന്റ് തന്നെ ഈ ഒരു ട്രൂ വാല്യൂവിന് തന്നെ എഴുതി കൊടുക്കുമെന്ന രീതിക്കായിരുന്നു അത്. അവന് പ്രസിഡന്റ് ആകുവാനായിട്ട് അതിയായ മോഹമുണ്ട്. എങ്കിൽ പോലും ഇതുപോലെ തന്നെ അപ്പാർട്ട്മെന്റ് തന്നെ ഡൊണേറ്റ് ചെയ്യുമെന്നൊക്കെ ആരെങ്കിലും എഴുതുമോ എന്ന് പറഞ്ഞിട്ട് ഹാരി ഇതൊക്കെ കണ്ടു പോകുന്നത് ലീയും ശ്രദ്ധിക്കുന്നു. തന്റെ ആഗ്രഹം സാധിക്കുവാനായിട്ട് ഏതറ്റം വരെയും പോകുന്ന ഒരു വ്യക്തിയാണ് ഹേക്കാങ്. എന്ത് തന്നെ ആയിട്ടുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും എന്റെ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിൽ അവനെ പ്രസിഡന്റ് ആക്കി ഇരുത്തുകയില്ല എന്ന് ലീയും തീരുമാനിക്കുന്നു. ഹേക്കാങ്ങും വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്യുന്നിടത്ത് നിന്നിട്ട് അവിടെ വരുന്ന ആൾക്കാരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ ജിൻ അവിടെ എത്തുമ്പോഴത്തേക്കും ഹേക്കാങ് സഹായിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും അവൾ അതിനൊന്നും തന്നെ സമ്മതിക്കുന്നില്ല. അവിടെ കോൺട്രാക്ട് ബേസിസിൽ വർക്ക് ചെയ്യുന്ന രണ്ടുപേരെ ഹേക്കാങ്ങിനെ ശ്രദ്ധിക്കുകയാണ്. കൂടാതെ സിഒയുടെ അടുത്ത് തന്റെ കോൺട്രാക്ട് ഒക്കെ നീട്ടി തരണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് കൈക്കൂലിയൊക്കെ കൊടുക്കുന്ന അവരും ഹേക്കാങ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുവാനായിട്ട് തയ്യാറാണെന്നുള്ള ആ ഒരു ഫോം ഒക്കെ കാണുകയാണ്. ഇത് ഹേക്കാങ് അല്ല എന്ന് പറഞ്ഞിട്ട് അവരും അവനെ തിരിച്ചറിയുന്നു. ഏറ്റവും വലിയ ഗുണ്ട ഗ്യാങ് ആയിട്ടുണ്ടായിരുന്ന ഓവർസീസ് ടീമിലെ ആ ഒരു ടീമിന്റെ ബോസ് ആണ് ഈ ഒരു ഹേക്കാങ് എന്ന് അവര് സിഒനെയും അറിയിക്കുകയാണ്. പെട്ടെന്ന് തന്നെ റെപ്രസെന്റേറ്റീവ്സിന്റെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുന്നു. കൂടാതെ ഈ മീറ്റിംഗ് എല്ലാം തന്നെ എല്ലാ വീട്ടിലും തത്സമയം കാണിക്കുന്നതായിരിക്കുമെന്നും പറയുന്നു. എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് എന്ന് ലിസാർഡിന് മനസ്സിലാവുകയാണ്. മീറ്റിംഗ് ഒക്കെ തുടങ്ങിയതിനു ശേഷം കുറെ ഫുൾ ഫേമസ് ആയിട്ടുള്ള ന്യൂസിലൊക്കെ കാണുന്ന ഓവർസീസ് ഗ്യാങ് എന്ന് പറഞ്ഞൊരു ഗ്യാങ് ഒക്കെ ഉണ്ട്. ആ ഗ്യാങ്ങിന്റെ ബോസ് ആണ് നീ എന്നുള്ള ഒരു കാര്യമൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സത്യമാണോ എന്നൊരു കാര്യം സിഒയും ഹേക്കാങ്ങിന്റെ അടുത്തായിട്ട് ചോദിക്കുന്നു. കൂടാതെ പല വീട്ടിലുള്ളവരും ഈ ഒരു ന്യൂസ് ഒക്കെ കാണുന്നുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവരും മൊത്തത്തിൽ ഞെട്ടുന്നു. അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള റെപ്രസെന്റേറ്റീവ്സിന് എല്ലാവർക്കും ഇവന്റെ അടുത്ത് ചെറിയൊരു പേടിയൊക്കെ തോന്നുകയാണ്. ഞാൻ ഇപ്പോൾ ആ ടീമിലൊന്നും ഇല്ല, ഞാൻ റിട്ടയർ ആയെന്ന് ഹേക്കാങ് എല്ലാവരോടുമായിട്ട് പറയുമ്പോഴത്തേക്കും അവരും ഇതുപോലെ ഒരാള് തങ്ങളെ ലീഡ് ചെയ്യുവാനായിട്ട് വരേണ്ട കാര്യമില്ല എന്നും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുവാൻ അവൻ യോഗ്യനല്ല എന്നും സംസാരിക്കുന്നു. അതേസമയം എന്താണ് ഹേക്കാങ്ങിന് പറയുവാനുള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും കേൾക്കാമെന്ന് സിഒ പറയുമ്പോഴത്തേക്കും ഹേക്കാങ്ങും തനിക്ക് പറയാനുള്ളതെല്ലാം തന്നെ പറയുവാൻ തുടങ്ങുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ സിഒ നേരത്തെ തന്നെ അവൻ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ പുറത്താരും അറിയുവാനായിട്ട് പാടില്ല എന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സിഒയുടെ ടീമിലുള്ളവർ തന്നെ ഫുൾ കണക്ഷൻ കട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഹേഗാങ് ഇതുപോലെ ഓവർസീസ് ടീമിന്റെ തന്നെ ബോസ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മാത്രം എല്ലാ വീട്ടിലും ഒരുപോലെ അറിഞ്ഞിരിക്കുകയാണ്. അതേസമയം എന്താണ് ഹേഗാങ്ങിന് പറയുവാനായിട്ടുള്ളതെന്ന് ആരും തന്നെ ശ്രദ്ധിക്കുവാനും കൂട്ടാക്കുന്നില്ല. ഇതെല്ലാം തന്നെ സിഒയുടെ ഒരു പ്ലാൻ ആയിരുന്നു. സിഒ ഒരുപാട് ഹാപ്പി ആകുന്നു. ഇത്രയും നാളും സിഒയ്ക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഹേക്കാങ് മത്സരിക്കുന്നുണ്ട് എന്നൊരു പേടിയൊക്കെ ടീമിലെ എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആകട്ടെ ഹേക്കാങ് മത്സരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആരും അവന് വോട്ട് ചെയ്യുകയില്ല എന്ന പ്രതീക്ഷയിൽ അവരും ഒരുപാട് ഹാപ്പി ആയിട്ട് സിഒയുടെ ഒരു പ്ലാനൊക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവനെ പ്രശംസിക്കുന്നു. ഹേക്കാങ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഹാരി ആകെ ദേഷ്യത്തിലും വിഷമത്തിലുമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ഗാങ്ങിന്റെ ബോസ് ആയിട്ട് നിന്നിട്ടുണ്ടായിരുന്ന ആൾക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് ഈ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലെ ഒരു നിയമത്തിലും പറയുന്നില്ല. കൂടാതെ നേരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാവരുടെ മുമ്പിലായിട്ട് ഒരേപോലെ പബ്ലിക് ആക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിനക്ക് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് കേസ് പോലും കൊടുക്കുവാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞിട്ട് ഹാരി അവനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു. ഇപ്പോൾ ഹേക്കാങ് പഴയതുപോലെ എല്ലാവരുടെയും കൂടെ ഇടപെടുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാവർക്കും ഹേക്കാങ്ങിന്റെ അടുത്ത് പേടിയായിരുന്നു ഉണ്ടായിരുന്നത്. അവനും മൊത്തത്തില് ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നുകയാണ്.
ഹാരി അമ്മമാരെ കണ്ടിട്ട് കൺവിൻസ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് അവരുടെ ടീമിലേക്ക് വരുന്നുണ്ടെങ്കിലും അവർ മറ്റൊരു രീതിക്കായിരുന്നു ഹാരിയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതായത്, ഹേകാങ് ഇതുപോലെ ഗുണ്ടയൊക്കെയാണെന്നുള്ള കാര്യം നിനക്ക് ശരിക്കും അറിയാമായിരുന്നോ? അവൻ നിന്നെ പറ്റിച്ചൊക്കെ കല്യാണം കഴിച്ചതാണോ? മാത്രമല്ല, അവൻ നിന്നെ ഉപദ്രവിക്കാറുണ്ടോ എന്ന രീതിക്ക് പല പല ചോദ്യങ്ങളൊക്കെ ഹാരിയോട് അവർ ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് അവനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാം. പാസ്റ്റിലെ കാര്യങ്ങളും അറിയാം, ഇപ്പോഴത്തെ കാര്യങ്ങളും അറിയാം. പണ്ടത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഉപേക്ഷിച്ചിട്ടാണ് അവൻ ഇപ്പോൾ എന്റെ കൂടെ എന്റെ ഹസ്ബൻഡായിട്ടൊക്കെ ജീവിക്കുന്നത്. എന്ത് തന്നെ ആയാലും അവൻ പാസ്റ്റിൽ എങ്ങനെയായിരുന്നാലും അതെല്ലാം തന്നെ എനിക്കിഷ്ടമാണ്. കൂടാതെ അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ അവനെ ഇഷ്ടപ്പെട്ടിട്ട് പോലും ഉണ്ടായിരുന്നത്. എന്നെ ഇത്രയും സ്നേഹിക്കുന്ന ഹാൻസം ആയിട്ടുള്ള ഒരാളെ ഞാൻ എന്തിനു ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് അവളും ദേഷ്യപ്പെട്ട് നടന്നു പോകുന്നു. ഹെഗാങ് പഴയതുപോലെ എല്ലാവരുമായിട്ട് കമ്പനിയാക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അവരാരും അവനോട് മിണ്ടുവാൻ പോലും കൂട്ടാക്കുന്നില്ല. അത് കണ്ടിട്ടുണ്ടായിരുന്ന ജിന്നും അവനോട് സംസാരിക്കുന്നു. ഹേഗാങ്ങും ജിന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴക്കായിരുന്നെങ്കിൽ പോലും ഹേഗാങ് ഡെലിവറി ഒക്കെ ചെയ്ത സമയത്ത് കുറച്ച് സാധനങ്ങൾ മിസ്സായി പോയെന്ന് പറഞ്ഞ് ഫേക്ക് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടത് നീയല്ലേ? അതുകൊണ്ടായിരുന്നു നിനക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഞാനും നിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഫേക്ക് ആണെന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നതെന്ന് ഹേക്കാങ്ങും പറയുന്നു. അത് കേട്ടിട്ടുണ്ടായിരുന്ന ജിന്നും യഥാർത്ഥത്തിൽ തനിക്ക് ഹേക്കാങ്ങിന്റെ അടുത്ത് ഒരു ദേഷ്യവും ഇല്ല എന്ന് പറയുകയാണ്. അതായത്, സിയോയും ടീമും ഒരുപാട് കള്ളത്തരങ്ങളൊക്കെ ഈ ഒരു അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിന്റെ അടുത്ത് നടത്തുന്നുണ്ട്. അതൊക്കെ തനിക്ക് മനസ്സിലായതുമാണ്. പക്ഷെ അതിനെതിരായിട്ട് പ്രതികരിക്കുവാനായിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ആരും തന്നെ അവൾ പറയുന്നത് കേൾക്കുവാനായിട്ട് കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ട് അവിടെ നിന്നിട്ട് എല്ലാവരുടെ മുമ്പിൽ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുവാനായിട്ട് അവളും ആഗ്രഹിച്ചത്. അങ്ങനെയാണ് അവൾ ഇലക്ഷന് മത്സരിച്ചതും. പക്ഷേ ഹേക്കാങ്ങിനെ എത്രത്തോളം വിശ്വസിക്കുവാനായിട്ട് സാധിക്കുമെന്ന കാര്യം അറിയത്തില്ലാത്തത് കൊണ്ടായിരുന്നു ഹേക്കാങ്ങിനെ തോൽപ്പിക്കുവാനായിട്ടും താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നതെന്നും താൻ ചെയ്തതെല്ലാം തന്നെ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്നും ജിന്നും പറയുന്നു. ആരും കൂട്ടാതിരുന്നിട്ടുണ്ടായിരുന്ന ഹേക്കാങ്ങിനെയും കൂട്ടിയിട്ട് ഇപ്പോൾ ജിന്നും തന്റെ സമരമൊക്കെ നടത്തുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. എന്തായാലും ഹേഗാങ്ങിനും അവരുടെ ഒപ്പം സമരം ചെയ്യേണ്ടതായിട്ട് വരികയാണ്. അടുത്തതായിട്ട് ഇവരെല്ലാവരും ഒന്നിച്ച് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിന്നും തന്റെ പ്രതീക്ഷകളെ കുറിച്ച് പറയുന്നു. അതായത്, നിലവില് ഒമാൻ സബ് സ്റ്റേഷനിലെ എക്സിറ്റ് ഒക്കെ നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ സൈഡിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ അപ്പാർട്ട്മെന്റിന് വലിയൊരു തുകയൊക്കെ ലഭിക്കുന്നതായിരിക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ അപ്പാർട്ട്മെന്റിന്റെ വില കൂടുകയാണെങ്കിൽ അവിടെ താമസിക്കുന്ന ഇവർക്കും അതുകൊണ്ട് ഗുണമുണ്ടാവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ഈ സമരം നടത്തുന്നത്. ജിന്നിനൊരു കോൾ വന്നിട്ട് അവൾ അവിടെ നിന്ന് പോകുമ്പോഴത്തേക്കും ഇവരും പരസ്പരം സംസാരിക്കുന്നു. ആദ്യമായിട്ട് ഈ ഒരു സമരത്തിൽ പങ്കെടുത്ത വ്യക്തിയാകട്ടെ ഇതുപോലെ ശരിക്കും ജിൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും മറ്റൊരാള് അങ്ങനെ ഒന്നും തന്നെ നടക്കുവാനായിട്ട് പോകുന്നില്ല എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ വീട്ടിൽ വെറുതെ ബോറടിച്ചിരിക്കുകയാണല്ലോ. സോ കൂടെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഒന്നിച്ച് എൻജോയ് ചെയ്തിട്ട് ഇതുപോലെ ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമായിരുന്നു ഈ ഒരു സമരത്തിൽ ഞങ്ങൾ കൂടിയിട്ടുണ്ടായിരുന്നതെന്നും ശരിക്കും ഇതൊന്നും നടക്കുവാനായിട്ട് പോകുന്നില്ല എന്നുമാണ് അവർ പറയുന്നത്. അതേസമയം മറ്റൊരാളാകട്ടെ ഇൻ കേസ് നമ്മുടെ ഈ സ്ഥലത്ത് നിന്നും ഏതെങ്കിലും രീതിക്കുള്ള പുരാവസ്തുക്കൾ വല്ലതും കിട്ടുകയാണെങ്കിൽ നമ്മുടെ സ്ഥലത്തിന്റെയൊക്കെ പ്രൈസ് ഒരുപാട് കൂടുന്നതായിരിക്കുമെന്നും അതല്ലാതെ ഇതുപോലൊരു സബ്സ്റ്റേഷന്റെ എക്സിറ്റ് ഒക്കെ ഇവിടെ കൊണ്ടുപോയി വെക്കുക എന്നത് ഒരിക്കലും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നുമാണ് പറയുന്നത്. ഇത് കേട്ടിട്ടുണ്ടായിരുന്ന ഹേക്കാങ്ങിനും ഒരു ഐഡിയ തോന്നുന്നു.